വീരശൈവ ട്രഡീഷനെ പറ്റി അല്ലെങ്കിൽ കർണാടകത്തിലെ വീരശൈവ പാരമ്പര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 12-ാം നൂറ്റാണ്ടിൽ കർണാടകത്തിൽ പുതിയതായി ഉയർന്നു വന്ന ഒരു ഭക്തി പ്രസ്ഥാനമായിരുന്നു ഇത്. വാസവണ്ണ എന്ന പേരിലുള്ള ഒരു ബ്രാഹ്മണനാണ് ഇതിന് നേതൃത്വമേകിയത്. അവരെ ലിംഗായതർ എന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ഇദ്ദേഹം ഒരു ജൈനമത വിശ്വാസിയായിരുന്നു. ചാലുക്യ രാജാവിൻ്റെ സദസ്സിലെ ഒരു മന്ത്രിയായിരുന്നു. അതിനുശേഷം അഭിപ്രായ വ്യത്യാസങ്ങൾ ജൈനരുമായി ഉണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹം അവരിൽ നിന്ന് പിരിഞ്ഞ് ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അതാണ് വീരശൈവ പ്രസ്ഥാനം. അതേപോലെ അദ്ദേഹത്തിൻ്റെ അനുയായികളെ വീരശൈവന്മാർ എന്നാണ് വിളിക്കാറ്, അല്ലെങ്കിൽ ലിംഗായതർ എന്നും വിളിക്കാറുണ്ട്. കർണാടകയിൽ ഇപ്പോഴും അവരൊരു പ്രധാന സമുദായമായി നിലനിൽക്കുന്നുണ്ട്. അതേപോലെ ഇവരുടെ തത്വചിന്തയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ശങ്കരൻ്റെയും രാമാനുജൻ്റെയും പ്രബോധനങ്ങളാണ്. വീരശൈവന്മാർ ശിവഭക്തിയുള്ളവരായിരുന്നു. ലിംഗരൂപത്തിലുള്ള ശിവനെയാണ് അവർ ആരാധിച്ചിരുന്നത്. അതേപോലെ ഒരു ചെറു ശിവലിംഗത്തെയും അവർ ധരിച്ചിരുന്നു. അവരുടെ ഇടതേ തോളിൽ ഒരു ചരടിൽ ഉറപ്പിച്ച വെള്ളിച്ചെല്ലത്തിലാണ് അവർ ശിവലിംഗം സൂക്ഷിച്ചിരുന്നത്. അതേപോലെ നാടോടികളായ സന്യാസിമാരെ നമ്മൾ ജഗമ്മ എന്നാണ് വിളിക്കുന്നത്. ഇവർ അങ്ങനെയുള്ള ജഗമ്മയും ആരാധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവർ ശവദാഹം പോലെയുള്ള ശവസംസ്കാര ചടങ്ങുകൾ അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നില്ല. മൃതശരീരത്തെ അവർ ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് കുഴിച്ചിട്ടിരുന്നത്. അവർ ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചു. അതേപോലെ തീണ്ടലിനെ അവർ ശക്തമായി എതിർത്തു. പിന്നെ പുനർജന്മ സിദ്ധാന്തത്തെ അവർ ചോദ്യം ചെയ്തു. അതേപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നാണ് അവർക്ക് ഒരുപാട് അനുയായികൾ ഉണ്ടായിരുന്നത്. പ്രായപൂർത്തി വിവാഹം, വിധവാ വിവാഹം, അതേപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ലിംഗായതർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഉപവാസം, സദ്യ, തീർത്ഥാടനം, ബലിദാനം ഇവയ്ക്കൊക്കെ എതിരായിരുന്നു അവർ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നമുക്കിവരെപ്പറ്റി മനസ്സിലാവുന്നത് ഈ പ്രസ്ഥാനത്തിലെ അംഗങ്ങളായിരുന്ന ആളുകൾ രചിച്ചിരുന്ന വചനങ്ങളിൽ നിന്നാണ് ഈ ഒരു പാരമ്പര്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാവുന്നത്.